ഹായ് ഹലോ എവറി വൺ. ഇനി നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് നൗൺ ഫ്രേസ് അതുപോലെ തന്നെ വേർബ് ഫ്രേസും എന്താണെന്നുള്ളതാണ്. അതായത് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇന്നവിറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിട്ടുള്ള ഒരു ഗ്രാമർ സെക്ഷനാണ് ഈ പറഞ്ഞ കണക്ക് നൗൺ ഫ്രേസും അതുപോലെ തന്നെ വേർബ് ഫ്രേസ് എന്താണെന്നുള്ളത് ചോദിക്കുന്നത് അല്ലേ. അപ്പം നമുക്കറിയണം എന്താണ് നൗൺ ഫ്രേസ് എന്ന് അറിഞ്ഞാൽ മാത്രമേ നൗൺ ഫ്രേസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എന്താണ് വേർബ് ഫ്രേസ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വേർബ് ഫ്രേസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയണം. നൗൺ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, നെയിം ഓഫ് എ പേഴ്സൺ, അതുപോലെ നെയിം ഓഫ് എ പ്ലേസ് അല്ലെങ്കിൽ നെയിം ഓഫ് എൻ ഒബ്ജക്റ്റ്, ഏതെങ്കിലും ഒബ്ജക്റ്റിൻ്റെയോ ഏതെങ്കിലും വസ്തുവിൻ്റെയോ ഏതെങ്കിലും ആളുകളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഒരു നെയിമിംഗ് വേർഡിനെയാണ് നമ്മൾ എന്ത് പറയുക, നൗൺ എന്ന് പറയുക. അപ്പോൾ അത് മാത്രമാണോ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്? അല്ല. നൗൺ ഫ്രേസ് എന്ന് പറയുന്നത് നൗൺ ഫ്രേസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഫങ്ഷൻസ് ആസ് എ നൗൺ. നൗൺ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നതും അതുപോലെ തന്നെ സെൻറ്റേർഡ് അറൗണ്ട് ദി ഹെഡ് നൗൺ ആൻഡ് ഇൻക്ലൂഡിങ് ഇറ്റ്സ് മോഡിഫയേഴ്സ്, ചില മോഡിഫയേഴ്സ് വേർഡ്സും ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഇതിനെയാണ് എന്ത് പറയുന്നത്, നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. അപ്പം ഒരു സെൻറ്റൻസിൽ നൗൺ ഫ്രേസിനെയും വേർബ് ഫ്രേസിനെയും ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അങ്ങനെയാണെങ്കിൽ വേർബ് എന്ന് പറയുന്നത് എന്താ, ആക്ഷൻസ് ആയിരിക്കും അല്ലേ. അതിൻ്റെ കൂടെയുള്ള കുറച്ച് എന്താ പറയുക, പിന്നെ മോഡിഫയിങ് വേർഡ്സിനെയൊക്കെയാണ് എന്ത് പറയുന്നത്, നമ്മുടെ വേർബ് ഫ്രേസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ആ ഒരു വാക്ക് മാത്രമല്ല, അതിൻ്റെ കൂടെയുള്ള ബാക്കി വരുന്ന ടെയിലും കൂടെ എന്താണ് ഫ്രേസിൽ വരുന്ന കാര്യങ്ങളാണ്. നൗൺ ഫ്രേസിലും അതുപോലെ തന്നെ വേർബ് ഫ്രേസിലും വരുന്ന കാര്യങ്ങളാണ്. ഒരു എക്സാമ്പിൾ കൂടെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വൃത്തിയായിട്ട് മനസ്സിലാവും എന്താണ് നൗൺ ഫ്രേസ് എന്നും എന്താണ് വേർബ് ഫ്രേസ് എന്നും. സോ ലെറ്റ്സ് സീ ദാറ്റ്. A few local people took our permission to go with us. ഇവിടെ മിസ് പറഞ്ഞു നൗൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ഹെഡ് നൗൺ ഉണ്ടാവും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സെൻറ്റൻസ് തന്നു കഴിഞ്ഞാൽ യു ഹാവ് ടു ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ഹെഡ് നൗൺ. ഒരു ഹെഡ് നൗൺ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എ ഫ്യൂ ലോക്കൽ പീപ്പിൾ അല്ലേ. അപ്പോൾ നോക്കിയേ, ഈ ലോക്കൽ പീപ്പിൾ എന്ന് പറയുന്നതാണ് ഹെഡ് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന എ ഫ്യൂവും ഒക്കെ എന്തായി മാറും, നൗൺ ഫ്രേസ് ആയിട്ട് മാറും ആണല്ലോ. യെസ്. ഇനി ടുക്ക് എന്ന് പറയുന്നത് എന്താണ്, ആക്ഷൻ ആണ്. അപ്പോൾ ഡെഫിനറ്റായിട്ടും അവിടെ എന്തായിരിക്കും വരിക, ഇതൊരു വേർബ് ഫ്രേസ് ആയിരിക്കും വരിക. റെസ്റ്റ് ഓഫ് ദ തിങ്സ് എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും വരിക, വേർബ് ഫ്രേസ് ആയിരിക്കും വരിക. ക്ലിയർ ആയോ? അപ്പോൾ നോക്കിക്കേ, എപ്പോഴും ഒരു ഹെഡ് നൗൺ ഉണ്ടാവും. ഏതെങ്കിലും ആളുകളുടെ പേരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തിൻ്റെ പേരോ അങ്ങനെയുള്ള നെയിമിംഗ് വേർഡ്സിനെയാണ് നൗൺ എന്ന് പറയുക. അങ്ങനത്തെ ഒരു ഹെഡ് നൗൺ അവിടെ ഉണ്ടാവും. ഹെഡ് നൗണിൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള മോഡിഫയിങ് വേർബ്സ് ഒക്കെ കൂടെ വരുന്നതാണ് നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. അതാദ്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തത്, ദ കേജ് ഓൺ ദ ലോറി വാസ് കവേർഡ്. ദ കേജ് on the lorry was covered. അപ്പം the cage on the ലോറിയാണ് ഏതെന്ന് പറയുന്നത്, നൗൺ ഫ്രേസ് എന്ന് പറയുന്നത് ആണല്ലോ. കവേർഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ വേർബ് ഫ്രേസ് ആണ്. അപ്പോൾ അതിൻ്റെ മുന്നിലുള്ള വാസ് ഉൾപ്പെടെ വരുന്ന പ്രപ്പോസിഷൻ മീൻസ് ഓക്സിലറീസ് ഉൾപ്പെടെ വരുന്നതും എന്തായിരിക്കും, വേർബ് ഫ്രേസ് ആയിരിക്കും. ആൻഡ് ദിസ് ഇസ് കോൾഡ് നൗൺ ഫ്രേസ്. ഇത് നൗൺ ഫ്രേസ് ആയിരിക്കും അല്ലേ. ഇത് നൗൺ ഫ്രേസും അത് വേർബ് ഫ്രേസും ആയിരിക്കും. സോ നൗൺ. ഇനി ഐ ഡിസൈഡഡ് ടു പ്ലേ ഇറ്റ് സേഫ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐ ഡിസൈഡഡ്, ഐ ഞാൻ അല്ലേ, ദാറ്റ് ഇസ് നൗൺ. സബ്ജക്റ്റ് എന്ന് പറയുന്ന ഐ. അപ്പം സോ ദിസ് ഇസ് ഏതെന്ന് പറയുന്ന നൗൺ ഫ്രേസ് എന്ന് പറയുന്ന ഡിസൈഡഡ് ടു പ്ലേ ഈസ് കോൾഡ് ദ വേർബ് ഫ്രേസ്. ഓക്കെ, ഇനി അടുത്തത് വരുന്നതാണ് മിസ്റ്റർ ത്രോട്ട് റീച്ച് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിത്ത് ദ ടൈഗർ. യെസ്, മിസ്റ്റർ ത്രോട്ട്. മിസ്റ്റർ ത്രോട്ട് ഇസ് ദ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത് അല്ലേ. ഒരാളുടെ പേര് മിസ്റ്റർ ത്രോട്ട് അല്ലേ. റീച്ച്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ സംഭവം മാറി, അതൊരു ക്രിയയായി, എത്തി എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പോൾ അവിടെ ഒരു ആക്ഷനായി. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും റെസ്റ്റ് ഓഫ് ദ തിങ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വേർബ് ഫ്രേസ് ആയിരിക്കും. സോ വെരി സിമ്പിൾ. ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഗ്രാമറാണ് ഈ പറഞ്ഞ കണക്ക് നൗൺ ഫ്രേസും അതുപോലെ തന്നെ വേർബ് ഫ്രേസ് എന്ന് പറയുന്നത്. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഓക്കെ, അപ്പം നോക്കിക്കേ, എപ്പോഴും ഒരു ഹെഡ് നൗൺ ഉണ്ടാവും. അതിൻ്റെ കൂടെ മോഡിഫയിങ് വേർഡ്സും ഒക്കെ കാണും. ആ മോഡിഫയിങ് വേർഡ്സും കണ്ടുപിടിക്കുക, ഹെഡ് നൗണും കണ്ടുപിടിക്കുക. ദാറ്റ് വിൽ ബി ദ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. പിന്നെ വേർബ് ഫ്രേസ് എന്ന് പറയുമ്പോഴത്തേക്കും ആക്ഷൻസ് ഏതാണെന്നുള്ളത് നോക്കുക. അവിടുത്തെ വേർബ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആക്ഷൻസ് എന്ന് പറയുന്നത് ഏതാണെന്ന് നോക്കുക. ആ ആക്ഷൻ കണ്ടുപിടിച്ച് ചെയ്യുന്നതായിരിക്കും അവിടുത്തെ വേർബ് ഫ്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വൃത്തിയായിട്ട് മനസ്സിലായി. ഈ നൗൺ ഫ്രേസിലും വേർബ് ഫ്രേസിൽ നിന്നൊക്കെ എക്സാമിന് ഡെഫിനറ്റായിട്ടും ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു മാർക്ക് പോലും മിസ്സാക്കാതെ കംപ്ലീറ്റ് മാർക്കും വാങ്ങാനായിട്ട് ശ്രമിക്കണം. ഇപ്പം ഇത് ക്ലിയർ ആയില്ലേ, നൗൺ ഫ്രേസും വേർബ് ഫ്രേസും ക്ലിയർ ആയില്ലേ? ഇനി ഏതെങ്കിലും മാർക്ക് മിസ് ചെയ്യുമോ? അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ മാർക്കും അതിന് സ്കോർ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കണം കേട്ടോ. യെസ്.